കൂട്ടുകാരൻ നമ്മുടെ ഗീതാ ഗോവിന്ദം പുത്തൻ പ്രമോയിൽ നമ്മുടെ ഗീതു ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ രാധിക നമ്മുടെ അടിവേരിളക്കി ആ ഒരു കള്ളച്ചതിയൊക്കെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. സ്വന്തം അച്ഛനെ കാണാതായിട്ട് ദിവസങ്ങളായി. അപ്പോൾ നമ്മുടെ ഗീതുവിന് ഭയങ്കരമായ സംശയങ്ങളുണ്ട്. ഗീതു നമ്മുടെ രാധികാമ്മയുടെ വരുണിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നിന്റെ അമ്മയെ എൻ്റെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങളായി, അതെനിക്ക് നല്ലോണം അറിയാം. അതിനുശേഷം എൻ്റെ അച്ഛൻ ഈ അറക്കൽ വീട്ടിൽ വന്നിട്ട് നിന്റെ അമ്മയുമായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെ അച്ഛനെ കാണാത്തതും അച്ഛൻ ഇപ്പൊ കുറച്ച് ദിവസമായി കാണാത്തത്. അതിന് പിന്നിലൊക്കെ നിന്റെ അമ്മയുടെ കാര്യങ്ങളാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ടെന്നൊക്കെ നമ്മുടെ ഗീതു നമ്മുടെ വരുണിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ രാധികയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ഗോവിന്ദ് അയ്യപ്പണനോട് പറയുന്നുണ്ട്, എനിക്ക് ആ സ്ത്രീയെ, എനിക്ക് ആ അമ്മയെ വെറുപ്പ് തന്നെയാണ്. എന്തോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അകൽച്ച തന്നെയാണ്. കാരണം എൻ്റെ അച്ഛനെ മാത്രം ധ്യാനിച്ച് നിൽക്കുന്ന ഒരു പുഷ്പമായിരുന്നെങ്കിൽ, ഒരു പുണ്യ പുഷ്പമായിരുന്നെങ്കിൽ പിന്നെ രഞ്ജു എങ്ങനെ ജനിച്ചു എന്നുള്ളൊരു ചോദ്യം ഞാൻ ആ വിജയലക്ഷ്മി അമ്മയോട് ചോദിച്ചപ്പോടെ അവർ ഉത്തരം മുട്ടിപ്പോയിന്ന് നമ്മുടെ അയ്യപ്പണനോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ഇതിക്ക് മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഒരു രഞ്ജു എന്ന് പറയുന്ന ഒരു മകള് മിക്കവാറും അനാർക്കലിയുടെ മകളാകാനാണ് സാധ്യതയെന്ന്. അതുതന്നെയായിരിക്കും സത്യം. കാരണം നമ്മുടെ വിജയലക്ഷ്മി അങ്ങനെ തെറ്റായ ബന്ധത്തിലോട്ടൊന്നും പോകുന്ന ആളല്ല എന്ന് നമ്മൾ പ്രേക്ഷകർക്കറിയാം അല്ലെ. ഗോവിന്ദനാണ് വിശ്വാസമില്ലായ്മ അല്ലെ. അപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ വിജയലക്ഷ്മിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. അപ്പൊ മിക്കവാറും അനാർക്കലി ജയിലിൽ പോയതിന് പിന്നാലെ അനാർക്കലിയുടെ മകളായ രഞ്ജുവിനെ നമ്മുടെ വിജയലക്ഷ്മി എടുത്ത് വളർത്തിയതായിരിക്കാം. അതായിരിക്കാം നമ്മുടെ രഞ്ജു കേട്ടോ. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കഥ. എന്തായാലും അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, രഞ്ജു ആരുടെ മകളായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചിലൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ നമ്മുടെ രേഖയെ ഭയങ്കര മൃഗീയമായിട്ട് കീഴ്പ്പെടുത്തുന്ന വരുണിനെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ രേഖ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ വിശ്വാസവും അവളുടെ ആ ഒരു ഇതൊക്കെ പിടിച്ചു മേടിക്കേണ്ടത് അവൾ സ്നേഹിച്ചും അതൊക്കെ ചെയ്തിട്ടാണ്, അല്ലാതെ ലഹരിയിലല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേഖ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചെയ്തത് കൊടും ചതിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വരുണിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് പിന്നീട് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെയാട്ടോ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ വരാൻ പോകുന്നത്. എല്ലാവരുടെ ആ ഒരു ചതികളും എന്താ പറയാ കള്ളക്കഥകളൊക്കെ പുറത്തു വരാൻ പോകുകയാണ്. ഇനി നമ്മുടെ ഗീതാ ഗോവിന്ദം ക്ലൈമാക്സിലേക്ക് പോകുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നോട്ടെ. എന്തായാലും നമുക്ക് നോക്കിക്കാണും. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.